ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഒരു വീക്കെൻഡ്, അതായത് സൺഡേയിൽ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ചെയ്യുകയാണ്. ബ്രഷിങ്ങും അതുപോലെ തന്നെ മോർണിംഗ് സ്കിൻ കെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രബും നമ്മുടെ മോയ്സ്ചറൈസറും ഫേസ് വാഷും ഒക്കെ ഇട്ടിട്ട് സോ വി ആർ റെഡി ഫോർ ദ ഡേ. അപ്പം ഇന്ന് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ, സൺഡേ ആണ്. അപ്പം ഇന്ന് മോനും ഹസ്ബൻഡിനും ഒക്കെ ലീവാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് വാം വാട്ടർ കുടിച്ചിട്ട് നമ്മുടെ പ്ലാനറും ജേർണലും ഒക്കെ എഴുതുകയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മോൻ്റെ സ്കൂളിൽ നിന്ന് ക്രിസ്മസിനോടനുബന്ധമായിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് 10:30 to 12:30 അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് ഇതാണ് നമ്മുടെ വാഷിംഗ് സ്പേസ് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ചകളിൽ വീക്കെൻഡുകളിലൊക്കെയാണ് ഇവിടെ ഡ്രസ്സുകളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് വാഷ് ചെയ്യാനിട്ടിരുന്നു. ഞാനത് ഡ്രയറിലേക്ക് എടുത്തിട്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ താഴെയാണ് നമ്മുടെ കിച്ചൺ. അപ്പം കിച്ചണിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞാൻ വേഗം നമ്മുടെ വെള്ള കുപ്പികളൊക്കെ ഇല്ലേ, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം പിടിച്ച് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോഴേ നമ്മൾ വെള്ളം കുടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ ഒരു കുപ്പി വെള്ളം കുടിക്കുകയാണ് കേട്ടോ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് മുമ്പ്. അപ്പം മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഇഡ്ഡലിയാണ് ചെയ്യുന്നത്. പിന്നെ മോന് ഇന്ന് ഫ്രഞ്ച് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പം 8:30 to 9:30 ആണ്. 10:30 നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലും പോകണം. അപ്പം ഞാൻ വേഗം ഷടപടേന്ന് ചെയ്യണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ. ലഞ്ച് നമ്മൾ വന്നിട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു ചമ്മന്തിയും അതുപോലെ തന്നെ ഇഡ്ഡലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചട്നി എടുത്ത് അരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ ചട്നിയാണ് കേട്ടോ, അതും അരയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പരിപ്പ് കറി പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉച്ചത്തേക്കും കൂടിയിട്ട് ചേർത്തിട്ട് പിന്നെ ഞാനിവിടെ കട്ടൻ കാപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം മോന് ഫ്രഞ്ച് ക്ലാസ്സിന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ആൾ പയ്യാണ് എണീറ്റത്. അപ്പോൾ പയ്യെ വേഗം ആൾ ഫ്രഷായിട്ട് വേഗം വന്ന് ഇരിക്കുന്നുണ്ട് ക്ലാസ്സാണ് കേട്ടോ. ഇത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ മെല്ലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മഞ്ഞൊക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വെയിൽ ഉദിക്കുന്നുണ്ട് കണ്ടോ, കാറിൻ്റെ ഗ്ലാസ്സിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അത്യാവശ്യം ലൈനപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതായത് 10:30 to 12:30 ആണല്ലോ. ഇവിടങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം സ്കെഡ്യൂൾ തന്നാൽ ആ ടൈമിന് വന്ന് വേഗം വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ലാപ്സ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു ക്യൂ ഫോം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ ഒരു 10:45 ആ ഒരു ടൈമിലാണ് അവിടെ എത്തിയത്. പിന്നെ നമുക്കൊരു 11:30, പക്ഷെ ക്യൂ വേഗം മൂവ് ആവുന്നുണ്ട് കേട്ടോ. 11-12 തന്നെ നമുക്ക് കിട്ടി. ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മെല്ലെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ പോയപ്പോൾ യൂബറിലാണ് പോയത്, തിരിച്ച് നമ്മൾ ബസ്സിലാണ് കേട്ടോ വരുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഏകദേശം ഒരു -15 ഒക്കെയാണ് കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് തണുക്കുന്നത്, നമുക്കൊന്നും ഹോൾഡ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മളത് ക്യാരി ചെയ്യുക തന്നെ ചെയ്തത്. പിന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആൾ മഞ്ഞിൽ കളിക്കുകയാണ് കേട്ടോ. മഞ്ഞൊക്കെ വാരി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു കേട്ടോ. അപ്പം പിന്നെ തിരിച്ച് നമ്മൾ ഒരു ഷോപ്പിൽ കയറി. മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം മോൾക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെ കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇങ്ങനെ മുളകും പച്ചമുളകും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രിസ്മസിനോടനുബന്ധമായിട്ട് കുറേ എന്തൊക്കെയോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നല്ലതൊക്കെ നോക്കി എടുക്കുകയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ വേ ചെയ്തിട്ട് LBയിൽ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിൽ പെർ kg $4 ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ളതെടുത്ത് അതിനനുസരിച്ച് അവരത് നമ്മൾ പേ ചെയ്യണടുത്തത് ബില്ല് ചെയ്ത് തരും. അപ്പം മാങ്ങയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കിയതട്ടോ, വാങ്ങിയൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് സവോളയൊക്കെ വാങ്ങിച്ചു. പിന്നെ കപ്പ, മീനുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പം ഞാൻ കുറച്ച് കപ്പ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പം നല്ല അത്യാവശ്യം തെറ്റില്ലാന്ന് തോന്നി കേട്ടോ. യൂഷ്വലി നമ്മൾ ഇവിടുന്ന് കപ്പയൊക്കെ വാങ്ങുന്ന സമയത്തില്ലേ, ഇങ്ങനൊരു നമ്മുടെ നാട്ടിലെ പോലെ ആ ഒരു
ആ ഒരു മാവ് പോലത്തെ അത് കിട്ടില്ല കേട്ടോ. അപ്പം ഈ കപ്പ അത് കറക്റ്റാണ്, അതുപോലെയൊക്കെ തന്നെ ഏകദേശം കിട്ടും. പിന്നെ ക്രിസ്മസ് ഒക്കെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ മീറ്റ് സെക്ഷനിലൊക്കെ കുറേ ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ടർക്കി അതൊക്കെ ഇവിടെ ഭയങ്കര പോപ്പുലറാണ് കേട്ടോ. എന്തോ $45 കണ്ടു ഒരു ടർക്കിക്ക്. ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. പിന്നെ നമ്മൾ വേറെ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാൻ, നിലക്കടലയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഒരു കടല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഓഫറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 എടുത്തു കേട്ടോ. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ബില്ലൊക്കെ ഇട്ട് മെല്ലെ വീട്ടിലേക്ക് വരിക. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ വെയിൽ വരുമ്പോഴാണ് കേട്ടോ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ സ്ലിപ്പാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമ്മുടെ വീടെത്തിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ഏട്ടൻ ഹോൾഡ് ചെയ്തു കേട്ടോ. അപ്പം വീടെത്തി നമ്മൾ. അപ്പോൾ ഞാൻ വീടെത്തിയതിന് ശേഷം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ ഒന്ന് അൺപാക്ക് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും അതൊക്കെ എടുത്ത് ഒന്ന് അൺപാക്ക് ചെയ്യാണ്. പിന്നെ ഞാൻ ഇവിടെ വാങ്ങിച്ചതില്ലേ ഈ ഒരു നെല്ലിക്ക ഇവിടെ കിട്ടിയായിരുന്നു കേട്ടോ. ഇന്ത്യൻ ആംല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കുറച്ച് വാങ്ങിച്ചു. യൂഷ്വലി നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ ആ സെക്ഷൻ എപ്പോഴും കാലിയായി കിടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയപ്പോൾ ഞാൻ വേഗം വാങ്ങിച്ചു. ഇനിയിപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് അത്ര സമയമില്ല. അപ്പോൾ ഞാൻ ബിരിയാണി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവുമല്ലോ എന്നുള്ള ഒരു ഇതിൽ മഷ്റൂംസൊക്കെ വേഗം വാഷ് ചെയ്ത് കട്ട് ചെയ്ത്, പിന്നെ ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലിയില, തക്കാളി, ഉള്ളിയൊക്കെ അരിഞ്ഞു വേഗം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഈ ഒരു അരിയാണ് കേട്ടോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. ഇത് റെഡിയാക്കാനായിട്ട് കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ നെയ്യിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഷ്റൂംസും ഒക്കെ ഇതിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മോനൊരു ലെമൺ കൊണ്ട് വെച്ചിട്ട് ലെമൺ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഈ ചിക്കൻ മസാല ഇടാം, ഓപ്ഷണലാണ്. കുറച്ച് നമ്മുടെ ആവശ്യാനുസരണമൊക്കെ ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ഈ അരി ഉണ്ടല്ലോ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പം അരിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു കപ്പിലാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിച്ച് പോവും. അപ്പോൾ ഏകദേശം ഒരു 1.25 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് എല്ലായിടത്തും ഒന്ന് ബ്ലെൻഡ് ആവാനായിട്ട്. ജസ്റ്റ് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയായി. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റി മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിത് എടുത്തിട്ട് കാസറോളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഇവിടെ ചൂടാറിപ്പോവും. അങ്ങനെ നമ്മുടെ ലഞ്ച് അങ്ങനെ ഫിനിഷ് ചെയ്തു. ലഞ്ചിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫിഷ് ഗ്രേവി എടുത്തു കേട്ടോ. ഞാൻ ദാൽ കറി ഉണ്ടായിരുന്നു, ഞാൻ ഫിഷാണ് എടുത്തത്. ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ചെയ്തതാണ് കേട്ടോ, ഫിഷ് കറി. സോ അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കിച്ചണിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ അവിടെ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പിന്നെ വൈകുന്നേരം 5:30ക്കാണ് കേട്ടോ മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പം കുഞ്ഞിനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ നോക്കുക. നമ്മുടെ നാട്ടിലെ പോലെ ഇവരിവിടെ പാക്കിങ് ഗിഫ്റ്റ് റാപ്പ് ഒന്നും ചെയ്ത് തരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്യാൻ നോക്കുകയായിരുന്നു ഒരു പ്രസൻറ്റേഷൻ പേപ്പർ വെച്ചിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനൽ ചെയ്ത് പാക്ക് ചെയ്തെടുത്തു. മോൻ ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ ആൾ. അതായത് റിട്ടേൺ ഗിഫ്റ്റ് കുറേ സാധനങ്ങളൊക്കെ കിട്ടിയ ഹാപ്പിനെസ്സിലാണ്. പിന്നെ റിമോട്ട് കാറൊക്കെ കിട്ടി കേട്ടോ. കണ്ടോ, അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ആൾ. അപ്പോൾ അതൊക്കെ വന്ന പാടെ ചടപടയെന്ന് ആൾ അൺബോക്സ്. പിന്നെന്താ ഒരു ലേസറോ, ഇത് എനിക്ക് അത്ര റെക്കമെൻഡഡ് അല്ല, ഇത് അത്ര നല്ലതല്ല കണ്ണിലേക്കൊക്കെ അടിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നാട്ടിലും ഇത് പൂരത്തിനൊക്കെ പോകുമ്പോൾ എന്നെ കൊണ്ട് വാങ്ങിക്കാറുണ്ട്. സോ അങ്ങനെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്നോട് ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ.
സോ അങ്ങനെ ഞങ്ങളുടെ സൺഡേ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബാറ്ററി ഉണ്ടോയെന്ന് ചെക്ക്